ഹലോ ഹലോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ പോളിറ്റി, ഇന്ത്യൻ പോളിറ്റി അല്ലേ, ഇന്ത്യൻ പോളിറ്റിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ലക്ഷ്മികാന്തിൻ്റെ ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ചാപ്റ്റർ 1 ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നും എന്താണ് ഈ ക്ലാസ് സീരീസിൻ്റെ ഈ കോഴ്സിൻ്റെ, ഇതിനെ നമുക്കൊരു കോഴ്സ് എന്ന് വിളിക്കാം. കാരണം നമ്മൾ പോളിറ്റിയെ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു കോഴ്സാണല്ലോ ഇത്. ഇതിൻ്റെ ടാർഗറ്റും ഓഡിയൻസും ആരാണ് എന്ന് നമുക്ക് ഒന്ന് പറയാം. അതായത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ SSC, PSC, UPSC അങ്ങനെ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസ്, ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിലെല്ലാത്തിലും GKയിൽ കോമൺ ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് പോളിറ്റി. മലയാളത്തിൽ രാഷ്ട്രമീമാംസ എന്ന് നമ്മൾ പറയും അല്ലേ. നമ്മുടെ നാട്ടിലെ ഭരണം എങ്ങനെയാണ് നടക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരി, ഇതിൽ നിങ്ങൾക്ക് പോളിറ്റി ഒരുപാട് താല്പര്യമുള്ളവരുണ്ടാകും, ബോറിംഗ് ആയിട്ടുള്ളവരുണ്ടാകും, ഒരുപാട് ഓർത്ത് വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, എസ്പെഷ്യലി ആർട്ടിക്കിൾസും കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ എസ്പെഷ്യലി എനിക്ക് വേറൊരു കാറ്റഗറിയെ സ്പെഷ്യലായിട്ട് അഡ്രസ്സ് ചെയ്ത് പറയാനുള്ളത് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, മലയാളത്തിൽ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാർ, അവർ ഈ ലക്ഷ്മികാന്തിൻ്റെ ബുക്കും അല്ലെങ്കിൽ വേറെ സോഴ്സസും ഇനിയിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വായിക്കുന്നവരുണ്ടാവും, അത് തുറവായിട്ട് വായിക്കുന്നവരുണ്ടാവും. അവരിതിനെ ജസ്റ്റ് ഒരു, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ റിവിഷൻ സീരീസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഒരുപാട് സമയമൊന്നും കളയുന്നില്ല, ഒരു ആമുഖവും മുഖവരും എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ പോളിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനം ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് ഭരണം ഏറ്റുവാങ്ങിയത് എന്നറിയാം. അതുമാത്രമല്ല നമ്മുടെ നാടിൻ്റെ വൈവിധ്യവും നമുക്കറിയാം. വളരെയധികം കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം, സാംസ്കാരികപരമായ വൈവിധ്യം, രാഷ്ട്രീയപരമായ വൈവിധ്യം, ഭാഷാപരമായ വൈവിധ്യം, ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ ഇന്ത്യ ഇന്നറിയപ്പെടുന്ന രാജ്യം. അപ്പോൾ ഇതിനെ ഭരിക്കാനായിട്ട് ശൂന്യതയിൽ നിന്നൊരു ഭരണഘടന ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. ശൂന്യതയിൽ നിന്നൊരു ഭരണഘടന ഉണ്ടാക്കി കൊണ്ടുവന്നത് നമുക്ക് ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് എന്താണ്, നമുക്ക് തൊട്ട് മുമ്പ് ഭരിച്ചു വെച്ചിരുന്ന ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പലതരത്തിലുള്ള ഭരണ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു സമന്വയത്തിൽ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭരണഘടന ഡിസൈൻ ചെയ്യുന്നത്, നമ്മുടെ ഭരണ സംവിധാനം ഡിസൈൻ ചെയ്യുന്നത്. ഒരുപാട് ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ട് നമുക്കറിയാം 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പ്രവർത്തനം തുടങ്ങി 1950 ജനുവരി 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് നമ്മളൊരു റിപ്പബ്ലിക് ആവുകയാണ്. ഇത്രയും നമ്മൾ ഇൻഫ്ലുവൻസുകൾ എടുത്തിട്ട് പോലും സഹായം ഉണ്ടായിട്ട് പോലും നമുക്ക് 4 വർഷം വേണ്ടി വന്നു അല്ലേ. അപ്പോൾ സഹായമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എത്ര വർഷം വേണ്ടി വരുമായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതിൽ നിന്ന് ഒരുപാട് ഉൾക്കൊണ്ടു. മറ്റു പല ആ സമയത്ത് ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലും പല രാജ്യങ്ങൾ സ്വതന്ത്രമായി വന്ന് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഭരണഘടന നിർമ്മിക്കുന്നു. ഇപ്പോൾ അയർലൻഡിലെ ഭരണഘടന, അമേരിക്കയിലെ ഭരണഘടന, ഓസ്ട്രേലിയയിലെ ഭരണഘടന, ഇങ്ങനെ പല പല സ്ഥലത്തെ ഭരണഘടനകളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോളിറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഉത്ഭവം എവിടെ നിന്നാണ്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരുപാട് നിയമങ്ങളും ആക്റ്റുകളും മറ്റ് കാര്യങ്ങൾ. ഞാൻ അതിനെയൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മൾ 1600 അതായത് 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവർ വന്നപ്പോൾ തൊട്ട് 1947 അവർ പോകുന്നത് വരെ ഒരുപാട് ചെറിയ നിയമനിർമ്മാണം നടത്തിയാണ് അവർ പതുക്കെ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചടക്കിയത്.
അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൊണ്ട് പോയാൽ മാത്രമേ നമ്മുടെ ഭരണഘടനയുടെ സ്വഭാവം, എന്തുകൊണ്ടാണ് ഭരണഘടന ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. അല്ലേ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരുടെ ചരിത്രമല്ല, 1600 ബ്രിട്ടീഷ് ഇവിടെ വന്ന് ഇറങ്ങി എന്താണ് അതിനുശേഷം ഉണ്ടായ ചരിത്രമല്ല, നമുക്ക് ചരിത്രം വേറൊരു ആസ്പെക്റ്റിൽ നമുക്കിത് പഠിക്കാം. ചരിത്രം പഠിക്കുമ്പോൾ ഇപ്പോൾ നിയമനിർമ്മാണത്തിൻ്റെ, ബ്രിട്ടീഷുകാർ നിയമം നിർമ്മിച്ചു തുടങ്ങിയതിൻ്റെ ചരിത്രവും നമുക്ക് പഠിക്കാം. അങ്ങനെ പഠിച്ച് നോക്കുമ്പോൾ ചില വർഷങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നന്നായിട്ട് പതിയണം. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്താ 17-ാം നൂറ്റാണ്ട് എന്നാലോചിച്ചോ. അതായത് 1600 17-ാം നൂറ്റാണ്ടിലാണ് അവർ ഇന്ത്യയിൽ കാലുകുത്തുന്നത്. അല്ലേ, അതിൻ്റെ ചരിത്രമൊക്കെ വേറെ ഒരുപാടുണ്ട്. സൂറത്തിൽ കാലുകുത്തി, അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. 17-ാം നൂറ്റാണ്ടിൽ കാലുകുത്തി. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ സംഭവിച്ചെന്തെന്നാ, എലിസബത്ത് രാജ്ഞി, ക്യൂൻ എലിസബത്ത് അവരൊരു പ്രത്യേക ചാർട്ടർ പുറത്തിറക്കി. ചാർട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രാജകൽപ്പന, ഒരു രാജ ഉത്തരവ് പോലെ എന്തിനെങ്കിലും അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാന്നൊക്കെ നമുക്ക് പറയാം. ആ ചാർട്ടറിനനുസരിച്ച് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞുള്ള ഒരു കമ്പനി, അവിടുത്തെ ഈ ട്രേഡ് ഗിൽഡുകൾ എന്നൊക്കെ പറയില്ലേ, ഈ കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ബ്രിട്ടീഷ് അരിസ്റ്റോക്രസിയിൽ, അവരുടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇന്ത്യയിൽ ബ്രിട്ടനിൽ നിന്ന് വന്ന് ട്രേഡ് നടത്താനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ 1600 എന്ന് പറഞ്ഞ വർഷം ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് എന്താണ് ഒരു ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കയ്യൊപ്പ് എലിസബത്ത് എന്താണ് ആ കയ്യൊപ്പ് ഇട്ട വർഷമാണ്. അപ്പോൾ 1600 എന്ന് പറഞ്ഞ വർഷം നിങ്ങൾ ഓർക്കുക. അപ്പോഴാണ് ആ തീരുമാനം എന്താണ് ഉണ്ടാവുന്നത്. പിന്നെ അടുത്ത വർഷം ഏതാ, 8 വർഷം മുമ്പോട്ട് 1608. അപ്പോൾ ഈ 1600 ചാർട്ടർ ഉണ്ടായതനുസരിച്ച് ബ്രിട്ടീഷുകാരെന്താ 1608 ഇന്ത്യയിൽ കാലുകുത്തി, സൂററ്റിൽ കാലുകുത്തി. അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിലോട്ട് അവർ പടർന്ന് പന്തലിച്ചു. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഹിസ്റ്ററിയിലോട്ട് ഞാൻ കടക്കുന്നില്ല, കാരണം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറും. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. നിങ്ങളിൽ ഒരുപാട് പേര് SSCക്കും PSCക്കും UPSCക്കും പഠിക്കുകയാണെങ്കിൽ അറിയാം, മറ്റൊരു ഇമ്പോർട്ടൻ്റ് വർഷമാണ് 1757. അല്ലേ, 1757 എന്താ, ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് പലാസി എന്നൊക്കെ പറയും. റോബർട്ട് ക്ലൈവും നമ്മുടെ സിറാജുദ്ദൗളയും തമ്മിൽ നടന്ന യുദ്ധം, ബംഗാളിന് വേണ്ടിയിട്ട്. അല്ലേ, അപ്പോൾ 1757 ഈ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം ബംഗാൾ റീജിയണിലും ഇന്ത്യയുടെ എന്താണ് വടക്ക് കിഴക്കെന്ന് നമുക്ക് നോർത്ത് ഈസ്റ്റ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ ബംഗാൾ, അവധ്, ഒറീസ അതൊക്കെ അടങ്ങുന്ന ഒരു വലിയൊരു റീജിയണിൽ എന്താണ് കിഴക്കൻ ബീഹാറിൻ്റെയൊക്കെ ഒരു റീജിയണിൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഓഫ് ദിവാനി അവർക്ക് കിട്ടി. അങ്ങനെ പതുക്കെ അവർ ഭരണം ഊട്ടി ഉറപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ 1757 എന്ന് പറഞ്ഞ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അല്ലേ, പിന്നെ ഈ 1757 ശേഷം ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർഷം ഏതാ, 1858. ഏതാണ്ട് 100 വർഷ കാലയളവിൻ്റെ ഇത്. 1858 1857 എന്ത് സംഭവിക്കുന്നത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സെപ്പോയ് മ്യൂട്ടിനി, ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ദ ഫസ്റ്റ് റിവോൾട്ട് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. വാർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, അതൊരു റിവോൾട്ടാണ്. അല്ലേ, അറിയാം, നമുക്ക് മംഗൾ പാണ്ഡെ അറിയാം. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വെടിയുണ്ടയിൽ പന്നി നെയ് ഉള്ള പ്രശ്നങ്ങൾ അറിയാം. അങ്ങനെ ഒരുപാട് അതിന് ഹിസ്റ്ററിയിലോട്ട് പോകേണ്ടി വരും. ഓക്കെ, എന്തായാലും 1600 ഓർക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 1600 ഓർക്കുക. എലിസബത്ത് ചാർട്ടർ ഒപ്പിട്ട വർഷം. 1757 ഓർക്കുക, ബാറ്റിൽ ഓഫ് പ്ലാസി. അതിൻ്റെ ഇടയിലൂടെ 1608 ഓർക്കുക, ബ്രിട്ടീഷുകാർ വന്ന വർഷം. 1858 ശിപ്പായി ലഹള. അത് കഴിഞ്ഞ് എന്താ, ഈ ശിപ്പായി ലഹള നടന്നു കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്, ശിപ്പായി ലഹള നടക്കുന്നത് വരെ കമ്പനിയുടെ ഭരണമായിരുന്നു. അല്ലേ, കമ്പനിയായിരുന്നു ഭരിച്ചിരുന്നത്. പക്ഷേ ശിപ്പായി ലഹള നടന്നു കഴിഞ്ഞപ്പോൾ എന്താ, നമ്മുടെ ക്യൂൻ വിക്ടോറിയ പറഞ്ഞ്, മക്കളെ നിങ്ങൾ പരിപാടിയൊക്കെ നിർത്തിക്കോളി, നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഉപദ്രവം മുഴുവൻ നിങ്ങൾ ചെയ്ത് എന്താണ് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു വിപ്ലവത്തിനെ നിങ്ങൾ തിരികൊളുത്തി. അല്ലേ, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നിങ്ങൾ തിരികൊളുത്തി. അപ്പോൾ നിങ്ങൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ ഇതുവരെ വളരെ എന്താണ്, അതിനെല്ലാം നന്ദി, നിങ്ങൾ പെട്ടിയും
പായൊക്കെ മടക്കിക്കോളി. എന്നിട്ട് ഇതാ 1858 എന്താ ഇന്ത്യൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗണിൻ്റെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അടുത്ത് പോയി. അതാണ് 1858 എന്ന് പറഞ്ഞ വർഷത്തിൻ്റെ സിഗ്നിഫിക്കൻസ്. ആ 1858 തൊട്ട് 1947 വരെ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കീഴിലാണ് ഭരണം, രാജ്ഞിയുടെ കീഴിലാണ് ഭരണം. അപ്പം എന്താ, നമ്മൾ ഈ പീരിയഡിനെ 2 രീതിയിൽ തിരിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും 1757 തൊട്ടാണോ തിരിക്കേണ്ടത്? കാരണം എന്താ, 1757 പ്ലാസി യുദ്ധം ജയിച്ചത് റോബർട്ട് ക്ലൈവ്. അല്ല, 1757 യുദ്ധം ജയിച്ചു. പക്ഷേ ഇത് നോക്കൂ, 1773 എന്ന് പറഞ്ഞ വർഷമാണ് നമുക്ക് പോളിറ്റിയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം. 1773 വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. കാരണം 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞ വളരെ തന്ത്രപ്രധാനമായ ഒരു നിയമനിർമ്മാണം കമ്പനി നടത്താൻ തുടങ്ങിയത്. അവിടുന്ന് തുടങ്ങിയ കമ്പനി കുറേ ഇങ്ങനെ എന്താണ് നിയമനിർമ്മാണം നടത്തി. റെഗുലേറ്റിംഗ് ആക്ട് തുടങ്ങി, റെഗുലേറ്റിംഗ് ആക്ടിൽ തുടങ്ങി, അമെൻഡിങ് ആക്ട് വന്നു, പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നു, ആക്ട് ഓഫ് 1786 വന്നു, എന്താണ് നമ്മുടെ 4 ചാർട്ടർ ആക്ടുകൾ വന്നു. അതിനുശേഷം എന്താ, കമ്പനിയുടെ കയ്യിലിരിപ്പുണ്ട് 1857 1-ാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള നടക്കുകയും രാജ്ഞി വിക്ടോറിയ രാജ്ഞി 1858 തൊട്ട് 1947 ബ്രിട്ടീഷുകാർ പോകുന്നവരെ ഇന്ത്യ ക്രൗണിൻ്റെ കീഴിലുമായി. അപ്പോൾ പോളിറ്റിയെ സംബന്ധിച്ച് ഈ 2 ഭാഗങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. കമ്പനി റൂൾ നടന്നത് 1773 തൊട്ട് 1758 വരെ. ക്രൗൺ റൂള് 1858 തൊട്ട് 1947 വരെ. വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംഭവത്തിനെ ബന്ധിപ്പിച്ച് ഓർമ്മിപ്പിക്കുക. കമ്പനി റൂൾ എപ്പോഴാണ്? നമ്മുടെ ബാറ്റിൽ ഓഫ് പ്ലാസി ഒക്കെ കഴിഞ്ഞതിന് ശേഷം 1773 തുടങ്ങി. ഏത് സംഭവം വരെ നടന്നു? ഒന്നാം ഇന്ത്യൻ ലഹള, സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള നടക്കുന്നവരെ നടന്നു. ശിപ്പായി ലഹള നടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് കമ്പനി ചെയ്യേണ്ട എന്താണ്, ക്രൗൺ തന്നെ ഭരണം മേൽനോട്ടം വഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ക്യൂൻ ആ ഭരണം ഏറ്റെടുത്തു. അപ്പം ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്താ, ഞാൻ പറഞ്ഞു 1773 ആദ്യത്തെ നിയമനിർമ്മാണം നടക്കുന്നത്. ഈ നിയമനിർമ്മാണത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഒട്ടകത്തിന് കിടക്കാൻ സ്ഥലം കൊടുത്ത അറബിയുടെ കഥ അറിയാം അല്ലേ? ആദ്യം തല വെച്ചോളാൻ പറഞ്ഞു, പിന്നെ ഒട്ടകം എന്ത് ചെയ്തു, പതുക്കെ കാല് കയറ്റി, കൈ കയറ്റി, അല്ല കാലേ ഉള്ളല്ലോ ഒട്ടകത്തിന്, കൈയില്ലല്ലേ, 4 കാലാണല്ലോ. അപ്പോൾ കാല് 2ഉം കയറ്റി, പിന്നെ മേളിലുള്ള മുഴപ്പ് അതും കൂടെ കയറ്റി, അവസാനം എന്തായി, അറബി വെളിയിലായി. ഈ സംഭവം തന്നെ ഇന്ത്യക്കാർക്കും സംഭവിച്ചത്. ഒരു 10-200 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ സംഭവിച്ചത് ഇന്ത്യക്കാർക്ക് അത് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് കയറിയ ഒട്ടകത്തിൻ്റെ തല, ഞാനൊന്ന് തല വെച്ചോട്ടെ എന്ന് പറഞ്ഞ് കയറിയത് തലയായിട്ട് നമുക്ക് ഈ റെഗുലേറ്റിംഗ് ആക്ടിനെ കാണാം. 1773 ആ വർഷം എപ്പോഴും ഓർത്തിരിക്കുക. 1773 റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഈ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞ പേര് ഓർത്തിരിക്കാനായിട്ടുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ഈ റെഗുലേഷൻ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ, റെഗുലേഷൻ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നിയന്ത്രിക്കുക അല്ലെങ്കിൽ എന്താ, ഒരു മേൽനോട്ടം അല്ലേ, മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് മേൽനോട്ടം? അപ്പം മേൽനോട്ടം വഹിക്കാൻ തുടങ്ങിയത് 73 റെഗുലേറ്റ് ചെയ്ത് തുടങ്ങിയത് 73 അങ്ങനെ നിങ്ങൾ റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്ന് ഓർമ്മിക്കുക. അപ്പോൾ എന്താ ഈ പറഞ്ഞിരിക്കുന്ന പോലെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കൺട്രോളിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. കണ്ടോ, 1600 ഒരു ചാർട്ടർ ഒപ്പിട്ട് 1608 ഇങ്ങോട്ട് എന്താണ് ട്രേഡിന് എന്ന് പറഞ്ഞ് വിട്ടതാ. 1757 ബംഗാളിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് 1773 എന്താ റെഗുലേറ്റ് ചെയ്യാനായിട്ടൊരു ആക്ട് പാസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുക. അവിടുന്ന് ഇൻഡയറക്റ്റ് ആയിട്ട്, എവിടുന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ ഞങ്ങൾ മോണിറ്റർ ചെയ്തോളാം. ഒട്ടകത്തിൻ്റെ തല വന്നു തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ കൺട്രോളിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. കമ്പനി ഇവിടെ വെച്ചിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടികൾ തുടങ്ങി. അതിൻ്റെ എന്താ, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി റെക്കഗ്നൈസ്ഡ് സെപ്പറേറ്റ്ലി. ഇവിടെയാണ് ബ്രിട്ടീഷ് ബ്യൂറോക്രസിയുടെ ടേസ്റ്റ്, അതിൻ്റെ സ്വാദ് ഇന്ത്യ ആദ്യമായിട്ട് അറിയാൻ തുടങ്ങിയത്. ഏത് ഇത്തരത്തിൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, നിയമനിർമ്മാണം, നിയമപാലനം, നിയമത്തിൻ്റെ എൻഫോഴ്സ്മെൻറ്റ്,
ഇതൊക്കെ പതുക്കെ പതുക്കെ ഒരു എന്താ പറയുക, ഈ തുള്ളിമരുന്ന് പോലെ അവർ ഇറ്റിക്കാൻ തുടങ്ങിയത് ഇതിലാണ്. നോക്ക്, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ കമ്പനിയെ റെക്കഗ്നൈസ് ചെയ്തു. കമ്പനിക്ക് ഭരണപരമായിട്ടുള്ള മാത്രമല്ല പൊളിറ്റിക്കലായിട്ടുള്ള എന്താണ് പരിപാടികളും ഇത് ക്രൗൺ റെക്കഗ്നൈസ് ചെയ്തു. ഇൻട്രൊഡക്ഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. അതുവരെ പല നാട്ടുരാജ്യങ്ങളായിട്ടും പല പല പ്രൊവിൻസസ് ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ യുദ്ധങ്ങളിലും അതിലുമൊക്കെ പെട്ടിരുന്ന ഇന്ത്യയിൽ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ടേസ്റ്റ് വരാൻ തുടങ്ങിയത് അപ്പോഴാണ്. ഇതെങ്ങനെയാണ് ഇവരിത് റെഗുലേറ്റിംഗ് ആക്ടിലൂടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്ക്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട്. ഗവർണർ ഓഫ് ബംഗാൾ ബിക്കേം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് 4 members ടു അസിസ്റ്റ് ഹിം. അതായത് അതുവരെ അപ്പം 3 പ്രസിഡൻസികളാണല്ലോ. ബംഗാളുണ്ട്, ബോംബെ ഉണ്ട്, മദ്രാസ് ഉണ്ട്. BBM എന്ന് ഓർത്താൽ മതി, ബംഗാൾ, ബോംബെ, മദ്രാസ്. മദ്രാസിലായിരുന്നു നമ്മളുണ്ടായിരുന്നത് അല്ലേ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതുവരെ ബംഗാളിൻ്റെ ഗവർണർ ആയിരുന്ന ആളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി. ആ ടേമിലുണ്ടല്ലോ ഗവർണർ ജനറൽ, എവിടെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ ടേമിലില്ലേ, ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ ജനറലായിട്ടുള്ള ഗവർണർ, ഈ പ്രവിശ്യകൾക്ക് എല്ലാമുള്ള ഗവർണർ. അപ്പോൾ പതുക്കെ സെൻട്രലൈസിങ് കൊണ്ടുവന്നു. എന്നിട്ടെന്താ, ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു 4 മെമ്പേഴ്സിനെ ആദ്യം ഇട്ടു. വളരെ 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 പതുക്കെ 4 മെമ്പേഴ്സിനെ ആദ്യം ഇട്ടു. എന്നിട്ടെന്താ, വാരൻ ഹേസ്റ്റിങ്സ് എന്ന് പറഞ്ഞ ആളെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആക്കി. അപ്പോൾ വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ വന്നത് ഏത് ആക്ടിലൂടെയാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ടിലൂടെ. അപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് വന്ന ആക്റ്റായ റെഗുലേറ്റിംഗ് ആക്ട്, 1773 വന്ന റെഗുലേറ്റിംഗ് ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട പേരാണെന്ന് നിങ്ങൾ മറന്നു വരുത്, വാരൻ ഹേസ്റ്റിങ്സ്. അത് നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പോൾ വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ആയത്. അദ്ദേഹത്തിനാണ് ആ ഭാഗ്യം ഉണ്ടായത്. ഓക്കെ, ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസീസ് കെയിം അണ്ടർ ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബ്രിട്ടീഷുകാരുടെ ആ ഒരു എന്താ പറയുക, ഒരു കുതന്ത്രം എന്നോ അല്ലെങ്കിൽ ഒരു എന്താണ് നയചാതുര്യം എന്നോ എനിക്കറിയില്ല, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട 1774. അതായത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ് ചെയ്യുകയും അതിന് വർഷം ശേഷം 1774 എന്താ സുപ്രീം കോടതി എന്ന് പറഞ്ഞൊരു സംഭവം, ആ ഒരു ഐഡിയ അവരുടെ തലയ്ക്കകത്ത് വന്നത് എന്താ, ഇനി പതുക്കെ നിയമം കൊണ്ട് ഇന്ത്യയിലെ ആൾക്കാരെയും ഇന്ത്യയിലെ ട്രേഡിനെയും ഇന്ത്യയിലെ സാമ്പത്തിക വ്യവസ്ഥയും ഇന്ത്യയിലെ ആൾക്കാരുടെ ജീവിതത്തിനെയും കൺട്രോൾ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? അതിന് കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കണം. ആ നിയമങ്ങൾ പാലിക്കാനായിട്ടും സംരക്ഷിക്കാനായിട്ടും ഒരു സുപ്രീം കോടതിയെ നിർമ്മിക്കണം. ഒട്ടകത്തിൻ്റെ കഴുത്തും വന്നു, സുപ്രീം കോടതി വന്നു 1774. എന്നിട്ട് എന്ത് ചെയ്തു? പ്രൊഹിബിറ്റഡ് ദി എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ഫ്രം ഇൻഡൽജിങ് ഇൻ എനി പ്രൈവറ്റ് ട്രേഡ് ഓർ അക്സെപ്റ്റിംഗ് ബ്രൈബ്സ് ഫ്രം ദ നേറ്റീവ്സ്. അതായത് നോക്ക്, പ്രൊഹിബിറ്റഡ് ദ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ഫ്രം ഇൻഡൽജിങ് എനി പ്രൈവറ്റ് ട്രേഡ് ഓർ അക്സെപ്റ്റിംഗ് ബ്രൈബ്സ് ഫ്രം ദ നേറ്റീവ്സ്. കൈക്കൂലി വാങ്ങുന്നതിൽ നിന്നും എന്താണ് കമ്പനി അറിയാത്ത പല പരിപാടികളും ബിസിനസ്സും ഒക്കെ ചെയ്യുന്നതെന്ന് കമ്പനിയുടെ ഒഫീഷ്യൽസിനെ വിലക്കി. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഇൻസ്റ്റിൽ ചെയ്യുക, ഡിസിപ്ലിൻ കൊണ്ടുവരിക, എല്ലാം ഫുള്ള് കൺട്രോൾ കൊണ്ടുവരിക. പിന്നെന്താ, ഈ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് was required to report to the British government about the civil, revenue and military affairs of the company. അതായത് കമ്പനിയുടെ സിവിൽ ഭരണപരമായ കാര്യങ്ങൾ, റവന്യൂ ടാക്സ് കളക്ട് ചെയ്യുന്ന കാര്യം, മിലിറ്ററി അഫയേഴ്സ് അല്ലേ, പട്ടാളത്തിൻ്റെ അറിയാലോ, പട്ടാളത്തിനെ കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നേരെ എന്താ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അറിയിക്കണം. അപ്പോൾ ഏകദേശ കാര്യങ്ങളൊക്കെ തുടങ്ങി. അതാണ് റെഗുലേറ്റിംഗ് ആക്റ്റിൽ വന്നത്. പിന്നെന്താ, ഓക്കെ, അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗവർണർ ജനറൽ വന്നു ബംഗാളിന്. ആ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ആണ്. എന്താണ്, സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ, കമ്പനിയുടെ എംപ്ലോയീസിനിടയ്ക്ക് ഡിസിപ്ലിൻ ഇൻസ്റ്റിൽ ചെയ്തു, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എപ്പോഴും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൊണ്ടുവന്നു. അതിനുശേഷം വന്നതാണ് എന്ത്, അമെൻഡിങ് ആക്ട് 1781. അപ്പോൾ എത്ര വർഷമായി? ഇതല്ലേ നമ്മുടെ 8 മിനിറ്റ്. ഓക്കെ, അമെൻഡിങ് ആക്ട് സോറി അമെൻഡിങ് ആക്ട് 1781, ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് അതിനെ വിളിക്കും. അപ്പോൾ 1773 ശേഷം അമെൻഡിങ് ആക്റ്റാണ് വന്നത് 1781. ഓക്കെ, അപ്പോൾ പേര് വെച്ച് ഞാൻ പറഞ്ഞു, ആദ്യത്തേത് റെഗുലേറ്റ് ചെയ്യാനാണ്, രണ്ടാമത്തെ എന്താ അമെൻഡ് ചെയ്യാനാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇതിനെ ജനറലി അവരുടെ ഒരു സ്വഭാവമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ആദ്യം ഒരു നിയമം കൊണ്ടുവരും, അത് കുറച്ച് നാൾ ഓടിക്കും. ആ നിയമം കുറച്ച് നാൾ ഓടിച്ച്, ആദ്യം ഒരു നിയമം കൊണ്ടുവന്നിട്ട് കുറച്ച് നാൾ ഓടിച്ചത് ടെസ്റ്റ് ചെയ്യും.
ആ ടെസ്റ്റ് ചെയ്തത് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നതിൻ്റെ അനുസരിച്ച് വേറൊരു നിയമം കൊണ്ടുവരും. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നല്ലോ. ആ റെഗുലേറ്റിംഗ് ആക്ട് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് 1781 ഇപ്പോൾ എന്തായി, ഒരു അമെൻഡിങ് ആക്ട്, ഭേദഗതി കൊണ്ടുവന്നു. അതിനെ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് അനുസരിച്ച് ചെയ്ത എന്താ, ഇവർ കൊണ്ടുവന്ന സുപ്രീം കോടതി ഇല്ലേ, ആ സുപ്രീം കോടതിയുടെ പവറുകൾ ചെറുതായിട്ട് വെട്ടിക്കുറച്ചു. എന്തിനാ വെട്ടിക്കുറച്ച്? ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടല്ല. അതാ നോക്ക്, എക്സംപ്റ്റഡ് ഗവർണർ ജനറൽ ആൻഡ് സെർവൻസ് ഓഫ് ദ കമ്പനി ഫ്രം ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഫോർ ദർ ആക്ട്സ് ഇൻ ഒഫീഷ്യൽ കപ്പാസിറ്റി. അതായത് ഈ ഗവർണർ ജനറലും കമ്പനിയുടെ അതായത് സെർവൻസ്, സേവകർ എന്നാണ് പറയുന്നത്, ഉദ്യോഗസ്ഥർ പോലുമല്ല, കമ്പനിയുടെ സേവകർക്കും അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നതിന് സുപ്രീം കോടതിനെ അതിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് സുപ്രീം കോടതിയെ ഒഴിവാക്കി. അതായത് കൈൻഡ് ഓഫ് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളതല്ല, ചില ഒഫീഷ്യൽ ഡ്യൂട്ടീസിൽ നിന്ന് അതിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നുണ്ടോ എന്താ, എക്സ്ക്ലൂഡഡ് റവന്യൂ കളക്ഷൻ മാറ്റേഴ്സ് ഫ്രം ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ SC. ടാക്സ് കളക്ട് ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് മാറ്റി. അപ്പോൾ എന്താ, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്യൂട്ടിങ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽസിന് തന്നെ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിനെ സമീപിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നു. സെപ്പറേറ്റ് ലോസ് ഫോർ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആൻഡ് ജൂറിസ്ഡിക്ഷൻ ഓവർ ഓൾ ദ ഇൻഹബിറ്റൻസ് ഓഫ് കൽക്കട്ട എന്ന് പറഞ്ഞ അതിനകത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേളിൽ സുപ്രീം കോടതിക്ക് അധികാരവും, അതിൽ തന്നെ ഹിന്ദുസിനെ ഹിന്ദു പേഴ്സണൽ ലോ അനുസരിച്ചും മുസ്ലിംസിനെ മൊഹമ്മദൻ ലോ അനുസരിച്ചും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും, അവരുടെ സിവിലായിട്ടുള്ള മാറ്റേഴ്സ്, ഇപ്പോൾ മാരേജ്, മരണം, അല്ലെങ്കിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുമല്ലോ അടുത്ത തലമുറയിലോട്ട്, അതൊക്കെ ആ രീതിയിലനുസരിച്ച് മാറ്റണം എന്ന് വന്നതാണ് അമെൻഡിങ് ആക്ട്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തു. അമെൻഡിങ് ആക്ട് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചു. ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് റിലീജിയൻ്റെ ബേസിസിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് അമെൻഡിങ് ആക്ട്. പിന്നെ വരുന്നത് പിന്നെ 3 വർഷത്തിന് ശേഷമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് അത് ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളത്, കമ്പനീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ വാസ് കോൾഡ് ആസ് ബ്രിട്ടീഷ് പൊസഷൻസ്. ഒന്ന് ആലോചിച്ച് നോക്കും, ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് വിളിക്കാൻ തുടങ്ങി. പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് നമ്മുടെയാണ്, ഇത് ഞങ്ങളുടെയാണ് എന്ന് പറയുകയാണ്. ഇത്രയും വലിയൊരു ലാൻഡ്, പീസ് ഓഫ് ലാൻഡിന് ഇത് ഞങ്ങളുടെ ലാൻഡാണ് എന്ന് പറയുകയാണല്ലോ. അപ്പോൾ മൂന്നാമത്തെ ലോയിൽ തന്നെ ഒട്ടകം പകുതി ശരീരം ടെൻറ്റിനകത്ത് കയറ്റി കഴിഞ്ഞു. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആയപ്പോഴത്തേക്ക് ഇത് ഞങ്ങളുടെ സ്ഥലം എന്നൊക്കെ പറയാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഗവൺമെന്റ് ടുക്ക് ഓവർ ദ സുപ്രീം കൺട്രോൾ ഓഫ് കമ്പനീസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. മൊത്തത്തിൽ അവരുടെ കൺട്രോളിലോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനത്തെ ഒരു ആക്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, 1773 റെഗുലേറ്റിംഗ് ആക്ട്, 1781 അമെൻഡിങ് ആക്ട് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ആക്ട്, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് അല്ലേ. ഓക്കെ. പിന്നെ പിറ്റ്സ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കണം. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ടല്ലേ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. നമ്മുടെ ഗവർണർ ജനറലിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കുക, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലോട്ട് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ആ കമ്പനിക്കകത്ത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. നിങ്ങൾ മറ്റേ പഴശ്ശിരാജ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? മറ്റേ നമ്മുടെ മമ്മൂട്ടി പഴശ്ശിരാജയായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹം ഈ ട്രീറ്റി ഒപ്പിടാൻ പോകുമ്പോൾ ഒരു ടേബിളിന് ചുറ്റും അങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുമല്ലോ. അങ്ങനെ മൊത്തത്തിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ, പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകത എന്താ, ഞങ്ങളുടെ സ്ഥലമാണ്, ബ്രിട്ടീഷ് പൊസഷൻസ് എന്നാണ് അല്ലേ, ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് വിളിക്കാൻ തുടങ്ങിയ ആക്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. അത് വന്നപ്പോൾ പുതിയൊരു അവതാരം കൂടെ വന്നു, ബോർഡ് ഓഫ് കൺട്രോൾ. അതായത് ബ്രിട്ടീഷുകാരുടെ പരിപാടിയാണ് എഫിഷ്യൻസി കൊണ്ടുവരിക എല്ലാത്തിലും. ഈ എഫിഷ്യൻസി കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ അവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ വിഭജിക്കുക എന്നുള്ളതാണ്. രാജ്യങ്ങളെയോ ആൾക്കാരെയോ ജാതിയുടെ മതത്തിൽ പേരിൽ വിഭജിക്കുന്നത് മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ പരിപാടി. ഇപ്പോഴും ബ്രിട്ടീഷുകാർ വരച്ചിട്ട് പോയ പല ലൈൻ കാരണം നമുക്ക് പ്രശ്നമുണ്ട്. മക്മഹോൺ ലൈനിൽ പ്രശ്നമുണ്ട്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം നടക്കുന്നില്ലേ, ഡ്യൂറൻഡ് ലൈനിൻ്റെ പേരിലും പ്രശ്നമുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ വരച്ച വരകൾ അത് മാപ്പിൻ്റെ പുറത്ത് വരച്ചതാണെങ്കിലും ഭരണത്തിൻ്റെ കേന്ദ്രങ്ങളിൽ വരച്ചതാണെങ്കിലും ജനങ്ങളുടെ മനസ്സിൻ്റെ ഇടയ്ക്ക് വരച്ചതാണെങ്കിലും എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു വരയാണ് പിറ്റ്സ് ഇന്ത്യ ആക്റ്റിൽ വന്നത്. പിറ്റ്സ് ഇന്ത്യ ആക്റ്റിൽ എന്താ പറഞ്ഞത്, കമ്പനിയുടെ റൂളിനെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓൾറെഡി ഉണ്ടല്ലോ, അവരെ നിർത്തിക്കൊണ്ട് പുതിയൊരു ടീമിനുണ്ടാക്കി, ബോർഡ് ഓഫ് കൺട്രോൾ. എന്തിനാ ഈ ബോർഡ് ഓഫ് കൺട്രോളാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഫയേഴ്സ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനോട് പറഞ്ഞ് നിങ്ങൾ ഇനി പൊളിറ്റിക്കലായിട്ടുള്ള പരിപാടികളൊന്നും നോക്കണ്ട, നിങ്ങൾ ഫുള്ള് ബിസിനസ്, നിങ്ങൾ കമേഴ്ഷ്യൽ ആയിട്ടുള്ള അഫയേഴ്സ്,
ടാക്സ് കളക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ ട്രേഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ ബോർഡ് ഓഫ് കൺട്രോൾ പതുക്കെ പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്താ? പതുക്കെ അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരവായി. ട്രേഡ് മാറിയിട്ട് ഭരിക്കാനായിട്ട് നൈപുണ്യമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ ഇവരുടെ കുറേ ലോഡ്സും അതുപോലുള്ള പഴയ മിലിറ്ററി ഓഫീസേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അവരെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും വന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടാവാൻ കാരണം എന്താ? ഭരണത്തിന്റെ നൈപുണ്യമുള്ള ആൾക്കാർ വരണം. അപ്പം എന്താ അതിൻ്റെ അർത്ഥം എന്താ? അവർ തന്നെയാണ് ഭരണത്തിന്റെ കാര്യം നോക്കുന്നത്. അപ്പോൾ അവരാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ച് പഠിച്ചാൽ മതി. മനസ്സിലായോ? എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ പുതിയതായിട്ട് വന്നത് ഭരിക്കാനുള്ള ആൾക്കാരല്ല ആവശ്യം. ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൽ. ഭരിക്കാനുള്ള ആൾക്കാരാണ് ആവശ്യം. അപ്പോൾ ഭരിക്കാനുള്ള ആൾക്കാരെ ആവശ്യമുള്ളതുകൊണ്ട് പൊളിറ്റിക്കൽ അഫയേഴ്സിന് വേണ്ടി ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടാക്കി. എന്നിട്ട് മുമ്പുണ്ടായിരുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്താ? കമേഴ്ഷ്യൽ അഫയേഴ്സ് കൊടുത്തു. ഓക്കെ, അതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ നടന്നത് 1784. അടുത്തത് 1786. പിറ്റ്സ് ഇന്ത്യ ആക്ടിന് ശേഷം 2 വർഷം കഴിഞ്ഞ് നടന്ന ആക്ടാണ് 1786 നടന്ന എന്താണ് ആക്ട് ഓഫ്. ഇതിനെ നമ്മൾ ആക്ട് ഓഫ് 1786 എന്ന് വിളിക്കുന്നുള്ളൂ. പക്ഷേ ഈ ആക്ട് ഓഫ് 1786 നിങ്ങൾ കോൺവാലിസിന്റെ സ്വാർത്ഥത എന്ന് നിങ്ങൾ പഠിക്കുക, എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് വായിച്ചപ്പോൾ ഇതിലും നല്ലൊരു രീതിയിൽ ഇതിനെ സമ്മറൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്നറിയോ? ഈ 1786 ആക്ട് അനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോർഡ് കോൺവാളിസിനെ എന്താണ് ബംഗാളിൻ്റെ ഗവർണർ ജനറലായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു നീക്കം വന്നു. പക്ഷേ അങ്ങനെ ഞാൻ ആ സ്ഥാനം സ്വീകരിക്കണമെങ്കിൽ എനിക്ക് 2 നിബന്ധനകളുണ്ട്, അത് അംഗീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രമേ അദ്ദേഹം ഗവർണർ ജനറലായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്താ? ഫുൾ ആൻഡ് ഫുൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിബന്ധനകളും അംഗീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്റ്റായിട്ട് നമുക്ക് 1786 കാണുമ്പോൾ കോൺവാലിസിൻ്റെ സ്വാർത്ഥത, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ സെൽഫിഷ്നെസ് ഓഫ് കോൺവാലിസ് എന്നൊരു ഫ്രേസുമായിട്ട് നമ്മൾ 1786 ആക്ട് ബന്ധപ്പെടുത്തണം. എങ്ങനെ നിങ്ങൾ ബന്ധപ്പെടുത്തേണ്ടത്? ആക്ട് ഓഫ് 1786 1786 ആക്ട് എന്ന് പറഞ്ഞാൽ കോൺവാലിസിന്റെ സ്വാർത്ഥത അല്ലെങ്കിൽ സെൽഫിഷ്നെസ് ഓഫ് ലോർഡ് കോൺവാലിസ്. എങ്ങനെയാണ് സെൽഫിഷ്നെസ് പുള്ളി കാണിച്ചത്? അത് ഇവിടെ പറയുന്നുണ്ട്. പുള്ളിക്ക് 2 ഡിമാൻഡാണ്. 2 ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഹി നീഡഡ് ദ കമാൻഡർ ഇൻ ചീഫ് പോസ്റ്റ്. കമാൻഡർ ഇൻ ചീഫ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പറയുന്നത് കമാൻഡർ ഇൻ ചീഫ് എന്നാണ്. കാരണം എല്ലാ സേനകളുടെയും കമാൻഡർ ഇൻ ചീഫ് പുള്ളിയാണ്. അതിൻ്റെ ഈ ടേമിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത്. ഒരു സെക്കൻഡ്, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. അപ്പോൾ ഈ ടേമിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത്. കമാൻഡർ ഇൻ ചീഫ് എന്ന് വെച്ചാൽ മിലിറ്ററി ആയിട്ടുള്ള എല്ലാ യൂണിറ്റ്സിൻ്റെയും കമാൻഡർ ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം വേണം. അതുപോലെ തന്നെ വേറെന്ത് വേണം? ഇതാണ് വളരെ സിഗ്നിഫിക്കൻറ്റ്. ഹി നീഡഡ് ഓവർ റൈഡിങ് പവേഴ്സ് ഓവർ ഹിസ് കൗൺസിൽസ് ഡിസിഷൻ ഇൻ സ്പെഷ്യൽ കേസസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഗവർണർ ജനറലിൻ്റെ സഹായിക്കാൻ വേണ്ടിയിട്ടൊരു ഗവർണർ ജനറൽസ് കൗൺസിൽ ഉണ്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് ഒരു 4 പേരടങ്ങുന്ന ഒരു കൗൺസിൽ ഇദ്ദേഹത്തെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൗൺസിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ ഇദ്ദേഹത്തിന് ഓവർ റൈഡിങ് പവർ വേണം. ഓവർ റൈഡിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇദ്ദേഹത്തിൻ്റെ തീരുമാനമായിരിക്കണം ആ കേസുകളിൽ മുൻഗണന കൊടുക്കേണ്ടതും അവസാന തീരുമാനവും. ഇപ്പോൾ നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയില്ലേ, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കൺകറന്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റിൻ്റെ പ്രത്യേകതകൾ എന്താ? കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അതിനകത്ത് നിയമം നിർമ്മിക്കാം. പക്ഷേ കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നാൽ അത് ഓവർ റൈഡിങ് ആയിരിക്കും, അല്ലേ? അവർ കൊണ്ടുവരുന്ന നിയമത്തിനായിരിക്കും പ്രാബല്യം. അതുപോലെ ഇദ്ദേഹത്തിന് ഈ ഓവർ റൈഡിങ് കപ്പാസിറ്റി വേണമെന്ന് പറഞ്ഞു. ഈ 2 ഡിമാൻഡുകൾ സ്വാർത്ഥമായിട്ട് ഉന്നയിച്ചത് കൊണ്ടാണ് 1786 ആക്ടിനെ കോൺവാലിസിന്റെ സ്വാർത്ഥത എന്ന് ഞാൻ വിളിക്കുന്നത്. ഇത് നിങ്ങൾ എല്ലായിടത്തും അത് അങ്ങനെ തന്നെ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അങ്ങനെ എഴുതണം എന്നില്ല. ഇത് ഞാൻ പഠിക്കാനുള്ളൊരു ഒരു ട്രിക്കായിട്ടാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ നിങ്ങൾ ഇതിനെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് ആക്ട് ഓഫ് 1786 കുറിച്ച് എഴുതുമ്പോൾ എന്താണ് ദ സെൽഫിഷ്നെസ് ഓഫ് കോൺവാലിസ് എന്നൊന്നും എഴുതരുത്. ഓക്കെ, എന്താണെങ്കിലും കോൺവാലിസിൻ്റെ 2 പിടിവാശികളാണ് ആക്ട് ഓഫ് 1786 അനുസരിച്ച് ഉള്ളത്. ഓക്കെ, അപ്പോൾ വന്നു മെയിനായിട്ടുള്ള സംഭവം വന്നു. ഈ സംഭവം അനുസരിച്ച് ഈ സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ
ഈ ട്രയൽ ആൻഡ് റൺ ഒരു നിയമം ഇറക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത നിയമം ഇറക്കുന്ന അവരുടെ ഈ സ്വഭാവം നമുക്ക് മനസ്സിലാവും. അവരെങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി വളരെ ബുദ്ധിപരമായ പ്ലാനിലൂടെ നമ്മുടെ ഭരണത്തിനെ പിടിച്ച് എടുത്തത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോഴാണ് എന്താ ഇതിനെ വിളിക്കുന്ന ചാർട്ടർ ആക്ട്സ് എന്നാണ്. ചാർട്ടർ ആക്ട്സ് 4 എണ്ണം ഉണ്ട്. 4 ഉണ്ട്. ഓരോ ആക്ടിൻ്റെ ഇടയിലുള്ള ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷം 20 വർഷം 20 വർഷം 20 വർഷം 20 വർഷം കൂടുമ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്? ഇവിടെ ഒരു 20, ഇവിടെ ഒരു 20, ഇവിടെ ഒരു 20, 20 60 വർഷം. ഈ 60 വർഷത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചാർട്ടർ ആക്ട്സ്. നിങ്ങൾ ചാർട്ടർ ആക്ട്സിൻ്റെ ഓരോ ചാർട്ടർ ആക്ടും പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1793 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ നിങ്ങൾ ഓർക്കുക. 1793 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ എങ്ങനെയാണ് റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ 1773 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുപോലെ തന്നെ ചാർട്ടർ ആക്ട്സിൻ്റെ 1793 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ നിങ്ങൾ ഓർക്കുക. എന്നിട്ട് പറയുക എന്താണ് 20 വർഷം കൂടുമ്പോഴാണ് അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത്. 4 ചാർട്ടർ ആക്റ്റേ ഉള്ളൂ. അപ്പോൾ എന്താ 20 വർഷം കൂടുമ്പോൾ അടുത്ത 20 വർഷം കൂടുമ്പോൾ 1813 ആയി. അടുത്ത 20 വർഷം കൂടുമ്പോൾ 1833 ആയി. പിന്നെ അടുത്ത മൂന്നാമതും 20 വർഷം കൂടുമ്പോൾ 1853 ആയി. അപ്പോൾ ഈ ഇയേഴ്സ് പഠിക്കാനായിട്ട് നല്ല എളുപ്പമല്ലേ? ഇയേഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് അത്രയും എളുപ്പമാണ് അല്ലേ? അങ്ങനെ നമ്മൾ ചാർട്ടർ ആക്ട്സിനെ പഠിച്ചാൽ മതി. പക്ഷേ ചാർട്ടർ ആക്ട്സിനെ നമ്മൾ എപ്പോഴും ഒരു പ്രത്യേകമായിട്ട് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ഒരു രീതി നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കി തരാം. ഫസ്റ്റ് 1793 നമ്മൾ വാ. ഈ കറുപ്പായിട്ട് 2 എണ്ണം എഴുതിയിട്ടില്ലേ? ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ. അതായത് എന്താ? ലോർഡ് കോൺവാലിസ് ഓവർ റൈഡിങ് പവേഴ്സ് വർ എക്സ്റ്റെൻഡഡ് ആൻഡ് അവാർഡഡ് ടു ഓൾ ഫ്യൂച്ചർ ഗവർണർ ജനറൽസ്. അതായത് കോൺവാലിസിന്റെ പിടിവാശി കാരണം 2 നിബന്ധനകളുണ്ടെന്ന് ചോദിച്ചില്ലേ? എന്താണെന്ന് ഓർമ്മയുള്ളവർ ഓർത്തോളുക, നോട്ട് എഴുതി വെച്ചേക്കുക. ഈ പോയിന്റൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലോർഡ് കോൺവാലിസിന്റെ ഓവർ റൈഡിങ് പവേഴ്സ് വർ എക്സ്റ്റെൻഡഡ് ആൻഡ് അവാർഡഡ് ടു ഓൾ ഫ്യൂച്ചർ ഗവർണർ ജനറൽസ്. ഇനി വരുന്ന എല്ലാവർക്കും ഇത് കൊടുത്തോ? എന്തായാലും കോൺവാലിസ് പിടിവാശി നടത്തിയതാണ് 1786 ആക്ട് അനുസരിച്ച്. എന്തായാലും ഇതങ്ങ് കൊടുത്തോ? ഇത് കൊള്ളാം. അവർ നോക്കിയപ്പോൾ ഇത് കൊള്ളാം സംഭവം അല്ലേ? ഇത് ഭരണപരമായ എന്താണ് എഫിഷ്യൻസിക്ക് ഉതകുന്ന ഒരു പ്രൊവിഷനാണെന്ന് വെച്ചിട്ട് അത് കൊടുത്തു. പിന്നെന്താ? ഗവർണർ ജനറൽ വാസ് ഗിവൺ മോർ പവേഴ്സ്, ഫോർ എക്സാമ്പിൾ മോർ കൺട്രോൾ ഓവർ ദ ഗവൺമെന്റ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസീസ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി 2 കാര്യം ഞാൻ എന്തിനാണ് കറുപ്പിൽ ടൈപ്പ് ചെയ്തതെന്ന്. കാരണം എന്താ? ഇത് രണ്ടും ആക്ച്വലി ചെയ്യുന്ന എന്താ? ഗവർണർ ജനറലിന്റെ പവർ ഒന്നും കൂടെ കൂട്ടി. മനസ്സിലായി? ഇങ്ങനെ പതുക്കെ ഇപ്പോൾ ഒട്ടകത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പകുതി ഉടൽ വന്നു. ഇപ്പോൾ പതുക്കെ ഇങ്ങനെ ഓരോ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ഒട്ടകം ടെൻറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചാർട്ടർ ആക്ട്, ഫസ്റ്റ് ചാർട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഫസ്റ്റ് ചാർട്ടർ ആക്ട് 1793 ആണ്. ഗവർണർ ജനറലിൻ്റെ പവർ നന്നായിട്ട് കൂട്ടിയതാണ്. എങ്ങനെ കൂട്ടിയത്? കോൺവാലിസ് പറഞ്ഞ എന്താണ് കാര്യങ്ങളൊക്കെ നീട്ടിക്കൊടുത്തു വരാൻ പോകുന്ന ഗവർണർ ജനറലുകൾക്കും. അതുപോലെ തന്നെ കൂടുതൽ പവർ കൊടുത്തു. ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസികൾക്ക് മേളിൽ കൂടുതൽ പവർ കൊടുത്തു. പിന്നെ വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡഡ് ദ ട്രേഡ് മൊണോപ്പൊളി ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 20 years. ആ 20 years എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഈ ചാർട്ടർ ആക്ടിൻ്റെ കാലാവധി തന്നെ. നിങ്ങളുടെ ഓഡിയോ ഇടയ്ക്ക് കട്ടാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ശരിയാക്കാം. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡഡ് ദ ട്രേഡ് മൊണോപ്പൊളി ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 20 years. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20 വർഷം കൂട്ടിയാൽ മതി. മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ആൻഡ് സ്റ്റാഫ് വെർ ഹെൻസ്ഫോർത്ത് ടു ബി പെയ്ഡ് ഔട്ട് ഓഫ് ദ ഇന്ത്യൻ റവന്യൂസ്. അങ്ങനത്തെ പരിപാടിയും തുടങ്ങി. അടുത്ത ചെറുതായിട്ടൊരു മൂവ്മെൻറ്റും കൂടെ നടത്തി. അതായത് ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാനും തുടങ്ങി. പക്ഷേ പ്രധാനമായിട്ടും ചാർട്ടർ ആക്ട് ഓഫ് 1973 എന്താ? ഗവർണർ ജനറലിൻ്റെ പവേഴ്സ്, ഈ കറുപ്പിൽ കാണുന്ന 2 എണ്ണം, അത് കൂടുതൽ കൂട്ടി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കാം. 20 വർഷത്തിന് ശേഷം 1813 എന്താ? പുതിയ നൂറ്റാണ്ടിൽ അല്ലേ? 19ാം നൂറ്റാണ്ടിൽ ആദ്യ പണി വരുന്നുണ്ട്. ചാർട്ടർ ആക്ട് ഓഫ് 1813. ട്രേഡ് മൊണോപ്പൊളി ഓഫ് ദ കമ്പനി വാസ് അബോളിഷ്ഡ്. ട്രേഡ് വാസ് ത്രോൺ ഓപ്പൺ ടു ഓൾ ബ്രിട്ടീഷ് മെർച്ചൻസ്. നോക്കൂ, ഇപ്പോൾ ഒട്ടകമല്ല, ഇപ്പോൾ ഒട്ടകങ്ങൾ വരാൻ തുടങ്ങി. എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ള ട്രേഡ് മൊണോപ്പൊളി, അതായത് നിങ്ങൾ മാത്രം ട്രേഡ് ചെയ്താൽ മതി എന്നുള്ളത് നിർത്തി. 1600 നിങ്ങൾ പൊക്കോ. ഇപ്പം എന്താ 1813 ആയില്ലേ? ഏതായാലും എന്താ ഇത്രയും വർഷമായി. ഇനിയിപ്പോൾ പതുക്കെ അടുത്ത ആൾക്കാരും വരട്ടെ, അടുത്ത ട്രേഡിനുള്ള ആൾക്കാരും വരട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ ആൾക്കാർ വരാനുള്ള പ്രൊവിഷൻ തുറന്നു കൊടുത്തു. ചാർട്ടർ ആക്ട് ഓഫ് 1813, അതായത് 19ാം നൂറ്റാണ്ട് പിറന്നതിന് ശേഷം വന്ന ആദ്യത്തെ മെയിൻ ബ്രിട്ടീഷ് നിയമനിർമ്മാണം ചാർട്ടർ ആക്ട് ഓഫ് 1813, രണ്ടാമത്തെ ചാർട്ടർ ആക്ട്. അതെന്താ?
ട്രേഡ് മൊണോപ്പൊളി, കമ്പനിയുടെ ട്രേഡ് മൊണോപ്പൊളി മാറിയിട്ട് കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തു. ക്രിസ്ത്യൻ മിഷണറീസ് സ്റ്റാർട്ടഡ് കമ്മിങ് ടു ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് റിലീജിയസ് എൻലൈറ്റനിങ് ആൻഡ് സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനും നോർമലായിട്ടുള്ള വെസ്റ്റേൺ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മിഷണറികളുടെ വരവും തുടങ്ങി. കാരണം എന്താ? ഇവർ ഇന്ത്യ ഭരിക്കുകയാണ്, ഇവരുടെ ഭാഷ ഇംഗ്ലീഷാണ്, ഇവരുടെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന ഒരു വിദ്യാഭ്യാസ സമൂഹം വേണം. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് ബ്രിട്ടീഷ് ട്രെയിനിങ് ആയിരിക്കണം, ആ ട്രെയിനിങ് ബ്രിട്ടീഷ് മൂല്യങ്ങൾക്കനുസരിച്ചായിരിക്കണം, ഇംഗ്ലീഷ് മൂല്യങ്ങൾക്കനുസരിച്ചായിരിക്കണം. ആ ട്രെയിനിങ് നേടി വരുന്ന ഒരു തലമുറ ഇവരെ സേവിക്കണം, കമ്പനിയെ സേവിക്കണം, ക്രൗണിനെ സേവിക്കണം, ഉദ്യോഗസ്ഥരെ വേണം. കൂടുതൽ കൂടുതൽ പൊളിറ്റിക്കൽ സിസ്റ്റംസ് വരുന്ന മാറുന്ന കാലത്തിനനുസരിച്ച് ഒരു നൂറ്റാണ്ട് മാറിയല്ലേ. അപ്പോൾ അതിനനുസരിച്ച് പുതിയ പുതിയ കപ്പാസിറ്റീസ് വേണം. എപ്പോഴും ബ്രിട്ടീഷുകാരെ കൊണ്ട് മാത്രം ഭരിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി എന്താ ക്രിസ്ത്യൻ മിഷണറീസിനെ കൊണ്ടുവന്നു, എഡ്യൂക്കേഷൻ ഇവിടെ സ്പ്രെഡ് ചെയ്തു. അത് പിന്നീട് ഇന്ത്യക്ക് നല്ല കാര്യം എന്താണ്, സ്വാതന്ത്ര്യ സമരത്തിലടക്കം നിയമത്തിലൊക്കെ എന്താണ് നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തെന്നുള്ള വേറൊരു കാര്യം. അത് ചരിത്രത്തിൽ പിന്നെ സത്യമായിട്ട് വന്ന വേറൊരു കാര്യം. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറീസ് വന്നു. പിന്നെന്താ, പിന്നെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യം, ഓതറൈസ്ഡ് ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ ടു ഇമ്പോസ് ടാക്സസ് ഓൺ പേഴ്സൺസ്. പെനാൽറ്റി ഫോർ നോട്ട് പേയിങ് ടാക്സസ് വർ ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, സമ്പൂർണ്ണമായി. അപ്പോൾ ടാക്സ് അടയ്ക്കാത്തതിന് ഇന്ത്യക്കാർക്ക് മേളിൽ പണിഷ്മെൻറ്റിനുള്ള കാര്യങ്ങൾ കൂടെ അവർ തുടങ്ങി. നേരത്തെ ടാക്സ് ഇന്ത്യക്കാർ ആ സമയത്ത് ഇന്ത്യക്കാർ കൊടുത്തിരുന്ന ടാക്സിൽ നിന്ന് സാലറി കൊടുക്കുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടാക്സ് എല്ലാ ഇന്ത്യക്കാരുടെ നിന്ന് വാങ്ങാനും തുടങ്ങി, പണിഷ്മെൻറ്റിനുള്ള പ്രൊവിഷൻസും തുടങ്ങി. ചാർട്ടർ ആക്ട് 1813 അറിയാലോ, 19ാം നൂറ്റാണ്ട് പറഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ. ഇനി അടുത്ത 20 വർഷം മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, അല്ല അതിൽ തന്നെയല്ല, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്, അതെ, അടുത്ത ചാർട്ടർ ആക്ട് 20 വർഷത്തിന് ശേഷം 1833. ഈ 1833 എടുത്ത് നോക്കുമ്പോൾ അവസാനത്തെ ചാർട്ടർ ആക്ടിന് മുമ്പുള്ള ചാർട്ടർ ആക്റ്റാണ് 1833. ഓക്കെ, അത് ഫൈനൽ സ്റ്റെപ്പ് ടുവാർഡ്സ് സെൻട്രലൈസേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അല്ലേ, നമ്മൾ റെഗുലേറ്റിംഗ് ആക്ടിൽ തുടങ്ങിയതായി ഇവർ സെൻട്രലൈസ് ചെയ്യാൻ. അല്ലേ, റെഗുലേറ്റിംഗ് ആക്ടിലാണ് അവർ തുടങ്ങിയത്. ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി ഉയർത്തി പതുക്കെ ഓരോ എന്താണ് പവേഴ്സ് കൊടുത്തുകൊണ്ടിരുന്നു. 1833 വന്നപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് ടുവാർഡ്സ് സെൻട്രലൈസേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ വന്നു. എങ്ങനെയാണ് വന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കേം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരായി. ആൻഡ് വെസ്റ്റഡ് ഇൻ ഹിം ഓൾ സിവിൽ ആൻഡ് മിലിറ്ററി പവേഴ്സ് ത്രൂ ഔട്ട് ദ എൻറ്റയറിറ്റി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അന്നത്തെ സമയത്ത് ഒരു നല്ലൊരു ശതമാനം ഭൂപ്രദേശം അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള ആളെ ഇത്രയും വർഷത്തിന് ശേഷം എന്താക്കി, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. എല്ലാ സിവിൽ ആൻഡ് മിലിറ്ററി പവേഴ്സും കൊടുത്തു. അപ്പോൾ 1833, അതായത് അവസാനത്തെ ചാർട്ടർ ആക്ടിന് മുമ്പുള്ള 1853 മുമ്പുള്ള ചാർട്ടർ ആക്ട്, പെനൽട്ടിമേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും പറയും പെനൽട്ടിമേറ്റ് ഷെല്ല്, അവസാനത്തെ ഷെല്ലിന് മുമ്പുള്ള ഷെല്ല് എന്നൊക്കെ പറയുന്ന പോലെ അവസാനത്തെ ചാർട്ടർ ആക്ടിന് മുമ്പുള്ള ഈ ചാർട്ടർ ആക്ട് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായി. അദ്ദേഹത്തിന് എല്ലാ പവേഴ്സും കൊടുത്തു. സിവിൽ മിലിറ്ററി പവേഴ്സ് എല്ലാം അദ്ദേഹത്തിന് കൊടുത്തു. ഈ 1833 വേറൊരു രസകരമായ സംഭവം നടക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സെലക്ഷൻ ഓഫ് സിവിൽ സർവൻസ്. മനസ്സിലായോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന എന്തിനാ? എഡ്യൂക്കേഷൻ മറ്റേ ഇതിൽ നമ്മുടെ 1813 എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭരിക്കാനായിട്ട് ആൾക്കാർ വേണം. ഓക്കെ, 20 വർഷം കഴിഞ്ഞില്ലേ, കുറേ എണ്ണം എല്ലാം പഠിച്ചിറങ്ങി കാണും. അപ്പോൾ ഇനി എന്താ? ഇനി ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സെലക്ഷൻ ഓഫ് സിവിൽ സർവൻസ് പ്രപ്പോസ് ചെയ്തു. പക്ഷേ ഇവിടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതിനെ എതിർത്തിരുന്നു കേട്ടോ. എനിക്കൊന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എതിർത്തത്. ഒരു മിനിറ്റ്, 1833 അല്ലേ? അതെ, ദ ചാർട്ടർ ആക്ട് ഓഫ് 1833 അറ്റംപ്റ്റഡ് ടു ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സെലക്ഷൻ ഓഫ് സിവിൽ സർവൻസ്. പക്ഷേ എന്താണ്? ഓപ്പോസിഷൻ ഫ്രം ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതിനെ എതിർത്തു. ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതിനെ എതിർത്തു. ഓക്കെ, അത്ര പെട്ടെന്ന് ഇന്ത്യക്കാരെ അത്ര പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം. അത് മാത്രമല്ല, ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പദവി ആദ്യം കിട്ടിയത് വില്യം ബെന്റിക്കിനാണ് കേട്ടോ. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു? വാരൻ ഹേസ്റ്റിങ്സ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരായിരുന്നു? വില്യം ബെന്റിക്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഏത് ആക്ടിനനുസരിച്ചായിരുന്നു? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഏത് ആക്ടിനനുസരിച്ചാണ്? ചാർട്ടർ ആക്ട് 1833. ചാർട്ടർ ആക്ട് 1833 എങ്ങനെ ഈസി ആയിട്ട് ഓർമ്മിക്കുന്നത്? ഏറ്റവും അവസാനത്തെ ചാർട്ടർ ആക്ടിന്റെ മുമ്പിലുള്ളത്. ഏറ്റവും അവസാനത്തെ ചാർട്ടർ ആക്ട് നിങ്ങൾ എങ്ങനെ ഓർമ്മിക്കുന്നത്? ബേസ് ആയിട്ട് ചാർട്ടർ ആക്ടിന് എടുക്കേണ്ട
ആദ്യത്തെ ചാർട്ടർ ആക്ട് വന്നത് എപ്പോഴാണ്? 1793 അല്ലേ? അപ്പോൾ ഏറ്റവും അവസാനത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തെ ചാർട്ടർ ആക്ട്. അതായത് 1793 40 വർഷം മുമ്പോട്ട് വന്നാൽ മതി, 1833 അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അപ്പം ഞാൻ പറയുന്ന കേട്ട കൺഫ്യൂഷൻ ഉണ്ടാകും, പക്ഷേ നിങ്ങൾ ഒന്നും കൂടെ കേട്ടിട്ട് ഈ നോട്ട്സ് ആക്കി ഒന്ന് എഴുതിയാൽ മതി ഞാൻ പറയുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ കണക്ട് ചെയ്ത് റിവൈസ് ചെയ്യുമ്പോൾ ഇത് തലയിൽ നന്നായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെന്റിക്. അപ്പോൾ ലോസ് മെയ്ഡ് അണ്ടർ ദ പ്രീവിയസ് ആക്ട്സ് വർ കോൾഡ് ആസ് റെഗുലേഷൻസ്. കണ്ടോ, ഒരു പേരുമാറ്റലിൻ്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു പേരുമാറ്റലും കൂടെ നടക്കുന്നുണ്ട് 1833 ആക്ടിൽ അല്ലേ? എന്താ, നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. മുമ്പ് എല്ലാത്തിനെയും ആക്ട്സ് എന്നാണ് വിളിച്ചിരുന്നത്, ഇപ്പോൾ റെഗുലേഷൻസ് ആക്കി. ലോസ് മെയ്ഡ് അണ്ടർ ദ പ്രീവിയസ് ആക്ട്സ് വർ കോൾഡ് ആസ് റെഗുലേഷൻസ്. വൈൽ ദ ലോസ് തിരിച്ച്. ഓക്കെ, മുമ്പുള്ള എല്ലാത്തിനെയും റെഗുലേഷൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, മുമ്പ് പാസ് ചെയ്ത ആക്ടുകളൊക്കെ. വൈ ലോസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട് വർ കോൾഡ് ആസ് ആക്ട്സ്. ഇപ്പോൾ അതിനൊക്കെ ആക്ട് എന്ന് വിളിക്കാൻ തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ആക്ടിവിറ്റീസ് എൻഡഡ് ആസ് എ കമേഴ്ഷ്യൽ ബോഡി വിച്ച് പ്യൂർലി ബിക്കേം ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. കണ്ടോ, ഏകദേശം ഒട്ടകം ഒരു 3/4 ഭാഗം ടെന്റിനകത്ത് കയറി. എന്താണ്, ട്രേഡിനായിട്ട് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റി കമേഴ്ഷ്യൽ ബോഡി എന്നതിൽ നിന്ന് അത് നിലച്ചിട്ട് എന്താ, പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, ഒരു ഭരണപരമായുള്ള ഒരു സംവിധാനമായിട്ട് കമ്പനി മാറി. ദ ഇൻഡക്ഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ടു സിവിൽ സർവീസസ് ത്രൂ ഓപ്പൺ കോമ്പറ്റീഷൻ ഈവൻ ദോ പ്രപ്പോസ്ഡ് വാസ് റോൾഡ് ബാക്ക് ബിക്കോസ് ഓഫ് ഓപ്പോസിഷൻ ഫ്രം ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് സിവിൽ സർവീസിലോട്ട് ഈ 1830 ചാർട്ടർ ആക്ട് അനുസരിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ അനുസരിച്ച് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ ഉയർന്നു വന്നല്ലോ ഈ 20 വർഷം കൊണ്ട്. ആ വിദ്യാഭ്യാസമുള്ള തലമുറയെ നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസിലോട്ട് ഓപ്പൺ എക്സാംസ് വഴി എടുക്കാം എന്നുള്ളൊരു പ്രപ്പോസൽ വന്നു. പക്ഷെ അത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എതിർത്തു. അതും ചാർട്ടർ ആക്ട് 1833 പ്രത്യേകതയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനം, നിങ്ങൾ ഓർക്കുക, തിരിച്ചു വന്ന് റിവൈസ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനത്തെ ചാർട്ടർ ആക്ട് 1853. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണോ ബ്രിട്ടനിൽ ഭരണം നടന്നിരുന്നത്, അതായത് വെസ്റ്റ്മിൻസ്റ്റർ പാർലമെൻറ്റ് സിസ്റ്റം, 2 ഹൗസ് ഉണ്ട്, എന്താണ് ലെജിസ്ലേച്ചർ ഒരു സൈഡിലുണ്ട്, എക്സിക്യൂട്ടീവ് വേറൊരു സൈഡിലുണ്ട് എന്നുള്ള രീതിയിലും, പിന്നെ ബില്ലുകൾ പാസ്സാക്കുന്ന അവരുടെ ഒരു മെക്കാനിസം ഉണ്ടല്ലോ, ഇത് കറക്റ്റ് ഇന്ത്യയിൽ മിമിക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ സമ്പൂർണ്ണമായല്ലോ, മൊത്തത്തിൽ ബ്രിട്ടൻ്റെ സമ്പൂർണ്ണ കോളനി ആവും രാഷ്ട്രീയപരമായിട്ടും. അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ, ഇറ്റ് മിമിക്ഡ് ദ ബ്രിട്ടീഷ് പാർലമെന്റ് ബൈ ഇൻട്രൊഡ്യൂസിങ് ലെജിസ്ലേറ്ററി പ്രാക്ടീസസ് സിമിലർ ടു ദം. അവരുടെ നിർമ്മാണ സംവിധാനങ്ങൾ എന്താണ്, നിയമനിർമ്മാണ സംവിധാനങ്ങൾ ബ്രിട്ടൻ്റേത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു എക്സാക്ട് മിമിക്രി എന്ന് ഉദ്ദേശിച്ച് അതിൻ്റെ അനുകരണം ഇന്ത്യയിൽ നടത്തിയതാ ഏറ്റവും അവസാനത്തെ ചാർട്ടർ ആക്ട് 1853 മനസ്സിലായോ? ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ ജനറൽസ് കൗൺസിൽ സെപ്പറേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു ഗവർണർ ജനറലിൻ്റെ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നല്ലോ, അവരിൽ ഈ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ്, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പോളിറ്റി പഠിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്നതല്ലേ, നമുക്ക് ലെജിസ്ലേറ്റീവ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട് അല്ലേ, നിയമനിർമ്മാണം ഉണ്ട്, നിയമം എൻഫോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നടപ്പിലാക്കുന്ന ആൾക്കാരുണ്ട്, നിയമത്തിനെ സംരക്ഷിക്കുന്ന ജുഡീഷ്യറി ഉണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കം ഈ ബ്രിട്ടീഷ് പാർലമെന്റ് സംസ്കാരത്തിൽ നിന്നാണ്. അതിവിടെ കൊണ്ടുവന്നതാണ് ഏറ്റവും ഫൈനലായിട്ടുള്ള ചാർട്ടർ ആക്ട് 1853. അതാണ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ ജനറൽസ് കൗൺസിൽ സെപ്പറേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് ആഡഡ് 6 ന്യൂ മെമ്പേഴ്സ് ടു ഇറ്റ്. പിന്നെ അത് വികസിപ്പിക്കുക. അതിൻ്റെ എന്താണ്, ഈ ഭരണത്തിൻ്റെ ഈ നീരാളി കൈകളുണ്ടല്ലോ ഇവരുടെ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാന്ന് പറയുന്ന പോലെ ഇങ്ങനെ അത് എന്താണ് പതുക്കെ ഓരോ സിസ്റ്റംസ് ആയിട്ട് അവർ കൂട്ടിക്കൊണ്ടുവരിക. എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് ആഡഡ് 6 ന്യൂ 6 മെമ്പേഴ്സിനെ കൂടെ ആഡ് ചെയ്തു. 4 മെമ്പേഴ്സിനെ ആഡ് ചെയ്ത് എപ്പോഴാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ അല്ലേ? എന്തിന്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അസിസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ഇങ്ങനെ പഠിക്കണം കേട്ടോ. നിങ്ങൾ വായിച്ച് വരുമ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യമായിട്ട് കണക്ട് ചെയ്തുകൂടെ പോകണം. നിങ്ങൾ വായിച്ച് വരുമ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യമായിട്ട് കണക്ട് ചെയ്തുകൂടെ പോകുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനിൽ ഇതെല്ലാം നന്നായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ടിലാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആര് വന്നത്? 4 പേര് വന്നത്. ഏറ്റവും അവസാനത്തെ ചാർട്ടർ ആക്ട് ആയിട്ടുള്ള 1853 ചാർട്ടർ ആക്ടിൽ ഒരു പുതിയ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കി 6 പേരെ ആഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പം ആരാ? ഇപ്പം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ടോ? ഇല്ല. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയേ ഉള്ളൂ. ഏതനുസരിച്ച്?
ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയേ ഉള്ളൂ, വില്യം ബെൻഡിക്ക്. ഏതനുസരിച്ച് 1833. അപ്പോൾ ഓക്കെ, 1853 വരാം. അപ്പം അങ്ങനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, 6 പേരെ ആഡ് ചെയ്യുകയും കൂടെ ചെയ്തു. മക്കാളെ കമ്മിറ്റി. ഈ ചാർട്ടർ ആക്ട് വന്ന വർഷം ഏതാ? 1853. അതിൻ്റെ 1 വർഷം ശേഷം. അപ്പം അങ്ങനെ ആലോചിക്കണം, അവസാനത്തെ ചാർട്ടർ ആക്ട് വന്ന 1853 1 വർഷം ശേഷം 1854 മക്കാളെ കമ്മിറ്റി വന്നത്. ദ കമ്മിറ്റി ഓൺ ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ എങ്ങനെ അതിനെ സ്ട്രക്ചർ ചെയ്യാം, എങ്ങനെ അതിലോട്ട് റിക്രൂട്ട്മെന്റ് നടത്താം, എങ്ങനെ അതിൽ എഫിഷ്യൻ്റ് ആയിട്ടൊരു സെലക്ഷൻ പ്രോസസ്സ് നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന കമ്മിറ്റിയാണ് ആര്? മക്കാളെ കമ്മിറ്റി. 1854 ഓർത്തോളുക, മക്കാളെ കമ്മിറ്റി 1854. എന്താണ് ചാർട്ടർ, ഏറ്റവും അവസാനത്തെ ചാർട്ടർ ആക്ട് ആയ 1853 വന്നതിന് 1 വർഷം ശേഷം. അക്കോർഡിംഗ്ലി ഇന്ത്യൻ സിവിൽ സർവീസ് വാസ് ത്രോൺ ഓപ്പൺ ടു ഇന്ത്യൻ നാഷണൽസ്. 1833 ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ചാർട്ടർ ആക്ട് അനുസരിച്ച് എന്താ, ഇന്ത്യക്കാരെ പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത്? അത് മാറി ഇത് വന്നപ്പോൾ ഇന്ത്യക്കാരെ പറ്റും എന്നായി. മക്കാളെ കമ്മിറ്റിയെ നിയമിച്ചു. ഫോർ ദ ഫസ്റ്റ് ടൈം ലോക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻ ദ ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പം അതൊക്കെ കണ്ടോ. അപ്പോൾ എക്സിക്യൂട്ടീവിലോട്ട് മാത്രമല്ല എടുക്കുന്നത്, അവർ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ടും എടുക്കാൻ തുടങ്ങി. ഒരു പതുക്കെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടോ? ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ട് ലോക്കലായിട്ടുള്ള ആൾക്കാരെ എടുക്കാൻ തുടങ്ങി. 6 പേരല്ലേ ആഡ് ചെയ്തത്? ആ 6 പേര് ആഡ് ചെയ്തത്. ഓഫ് ദ 6 new members, 4 were appointed by the local provincial governments of Madras, Bombay, Bengal and Agra. ആ 6 പേരിൽ 4 പേര് ഈ പറഞ്ഞ പ്രവിശ്യകളിൽ നിന്നാണ്. ഏതൊക്കെയാണ്? മദ്രാസ്, ബോംബെ, ബംഗാൾ. അത് 3 ഓൾറെഡി ഉള്ളതാണല്ലോ. പിന്നെ ആഗ്ര, സെൻട്രൽ എന്ന് ഓർത്താൽ മതി. ഡൽഹിയുടെ അടുത്താണല്ലോ ആഗ്ര, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ചാർട്ടർ ആക്ട് 1853 അനുസരിച്ച് 6 മെമ്പേഴ്സിനെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ചാർട്ടർ ആക്ട് വന്നത്. ഇതിനുശേഷം നിങ്ങൾക്കറിയാം എന്താ, 1853 അല്ലേ? 4 വർഷം കൂടെ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മംഗൾ പാണ്ഡെ ഒരു തീ കൊളുത്തി വിട്ടത് 1857 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് അലയടിച്ചു അല്ലേ? മീററ്റിൽ തുടങ്ങി ഗ്വാളിയോറിൽ അവസാനിച്ച 1ാം സ്വാതന്ത്ര്യ സമരം. അതിനുശേഷം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യൂൻ പറഞ്ഞ് നിങ്ങൾ ഭരണം നമ്മുടെ കയ്യിൽ തന്നോളി എന്ന് പറഞ്ഞിട്ട് എന്താ 1858 തൊട്ട് 1947 വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ പിന്നെ ക്യൂനിൻ്റെ റൂളാണ്. ക്യൂനിൻ്റെ റൂളിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ക്യൂനിൻ്റെ റൂൾ നടന്ന നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കും. ഇപ്പം നമ്മൾ 1773 റെഗുലേറ്റിംഗ് ആക്ട് വന്നപ്പോൾ തൊട്ട് 1853 ചാർട്ടർ ആക്ട് വരെ, ഏതാ സിവിൽ സർവീസസിൽ ഇന്ത്യക്കാരെ എടുക്കുന്ന ആക്ട് വരെ നമ്മൾ കണ്ടു. ക്യൂനിൻ്റെ കീഴെ എന്തൊക്കെ നിയമനിർമ്മാണങ്ങളാണ് നടന്നതെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഏകദേശം 45 minutes ഉള്ളൊരു വീഡിയോ ആണല്ലോ ഇത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു അബ്സ്ട്രാക്റ്റ് പറഞ്ഞ കേട്ടോ, 45 ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ പോയാൽ മതി. ഇങ്ങനെ ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കാണുക, നോട്ട്സ് തയ്യാറാക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കണം. നിങ്ങളിപ്പോൾ രാത്രിയാണ്, ഇന്നിപ്പോൾ രാത്രി തന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എണീറ്റ് റിവൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പോവും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല പവർഫുള്ളായിട്ടിരിക്കുക, പഠിക്കുക. പിന്നെ CGL മെയിൻസ് എഴുതാൻ പോകുന്ന ആൾക്കാർ, മെയിൻസ് ടയർ 1ൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, മെയിൻസ് എഴുതുന്ന ആത്മവിശ്വാസമുള്ള ആൾക്കാർ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ഇൻറ്റൻസ് റിവിഷൻ ക്ലാസ് പാർട്ട് 2 ഇത് കഴിഞ്ഞ് വരുന്ന ക്ലാസ് അതായിരിക്കും. അപ്പോൾ നിങ്ങൾ പെന്നും പേപ്പറൊക്കെ വെച്ച് റെഡി ആയിക്കോളുക. ആ പാർട്ട് 1 ഒന്നും കൂടെ പോയിട്ട് ബ്രഷപ്പ് ചെയ്യുക. ആ പ്രോബ്ലംസൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. പാർട്ട് 2 ആയിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.